ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മെഷീൻ അവർ റേറ്റ്. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനായിട്ടുള്ള ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, ഈ ഒരു മൊഡ്യൂളിൻ്റെ കേട്ടോ. അപ്പോൾ മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് അതെന്താണെന്ന്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? മെഷീൻസ് പ്രീഡോമിനൻ്റ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും, ഓർഗനൈസേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മെഷീൻ അവർ റേറ്റിന് പ്രാധാന്യമുള്ളത്. മനസ്സിലായല്ലോ? ഈ മെഷീൻ അവർ റേറ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ മെഷീൻ പെർ അവർ. നമ്മളെന്താണ് മെഷീൻ അവർ റേറ്റിൽ എന്താണ് നമ്മൾ നോക്കുന്നത്? ഇത് കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ മെഷീൻ പെർ അവർ. ഒരു മണിക്കൂറിൽ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ഒരു മെഷീൻ റൺ ചെയ്യിക്കാൻ ആവശ്യമായിട്ട് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മെഷീൻ അവർ റേറ്റിലൂടെ നിർണ്ണയിക്കുന്നത്. മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദി എമൗണ്ട് ഓഫ് ഓവർഹെഡ് റിലേറ്റീവ് മെഷീൻ ബൈ ദി നമ്പർ ഓഫ് മെഷീൻ അവേഴ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ എമൗണ്ട് ഓഫ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ എന്താണ് നമ്പർ ഓഫ് മെഷീൻ ഹവേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് കണ്ടെത്തുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കേട്ടോ. സെപ്പറേറ്റ് മെഷീൻ അവർ റേറ്റ് ഈസ് കാൽക്കുലേറ്റ് ഫോർ ഈച്ച് മെഷീൻ. ഇതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മെഷീനും നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ടുള്ള മെഷീൻ അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ കേട്ടോ, മറക്കരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ടൈപ്സ് ഉണ്ട് ഒരുപാട്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, സിമ്പിൾ അല്ലെങ്കിൽ ഓർഡിനറി മെഷീൻ അവർ റേറ്റ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ വേജസ് എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേജസ് ഉണ്ടാവുമല്ലോ. ഒരു മെഷീന് പ്രവർത്തിക്കാൻ ചിലപ്പോൾ എന്ത് വേണ്ടി വരും, ആൾക്കാർ വേണ്ടി വരും, ഓപ്പറേറ്റേഴ്സ് വേണ്ടി വരും, ശരിയല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ വേജ് ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, കാൽക്കുലേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ എടുക്കില്ല. മനസ്സിലായല്ലോ? ഒന്നും എടുക്കില്ല. മനസ്സിലായോ? ഇൻ ദിസ് കേസ് ഓൺലി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഡയറക്ട്ലി റിലേറ്റിംഗ് ടു ഡയറക്റ്റ് മെഷീൻസ് ആർ ഇൻക്ലൂഡഡ്. ഇൻഡയറക്റ്റ് മറ്റേ എക്സ്പെൻസസ് മാത്രമേ എടുക്കുള്ളൂ, പക്ഷെ എന്ത് എടുക്കില്ല, വേജസ് പോലെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ്. ആ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചിലപ്പോൾ അവിടെ ഉള്ള ആളായിരിക്കും, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും, അല്ലേ? അപ്പോൾ അതൊന്നും എന്ത് ചെയ്യില്ല, എടുക്കില്ല. നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് ഇനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് എന്താണെന്ന് മനസ്സിലായിക്കോളും. ഇനി അടുത്ത് എന്താണ്, കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് മെഷീൻ അവർ റേറ്റ് ആണ് അടുത്തത് വരുന്നത്. ഇതിൽ നമ്മൾ എന്തെടുക്കും, ബോത്ത് ഡയറക്റ്റ് എക്സ്പെൻസസ് എടുക്കും, ഇൻഡയറക്റ്റ് എക്സ്പെൻസസും എടുക്കും. നേരത്തെ എന്തായിരുന്നു, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമേ എടുത്തിരുന്നുള്ളൂ, പക്ഷേ ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസും എടുക്കും. മനസ്സിലായല്ലോ? ഈ ഇത് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വേജ് പോലെയുള്ള ഡയറക്റ്റ് വേജസ് എടുക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ഗ്രൂപ്പ് മെഷീൻ അവർ റേറ്റ്. ഇവിടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, ഗ്രൂപ്പ് ഓഫ് മെഷീൻ്റെ മെഷീൻ അവർ റേറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരു 4-5 മെഷീൻ ഉണ്ട്, അപ്പോൾ അതൊരു ഗ്രൂപ്പാക്കി എടുക്കും. വേറെ 4 മെഷീൻ വേറെ ഉണ്ട്, അപ്പോൾ ഒരു ഗ്രൂപ്പാക്കി എടുക്കും. ഇങ്ങനെ ഗ്രൂപ്പ് വൈസ് ചെയ്യുക എന്ത് ചെയ്യാണ്, മെഷീൻസിൻ്റെ ഇത് തിരഞ്ഞെടുക്കുന്നതിനാണ് നമ്മൾ ഈ ഗ്രൂപ്പ് മെഷീൻ റേറ്റ് എന്ന് മെഷീൻ അവർ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സയൻറ്റിഫിക് അക്യുറേറ്റ് ആയിട്ട് ലോജിക്കൽ മെത്തേഡാണ്. അതുപോലെ എഫിഷ്യൻസീസ് ഓഫ് വേരിയസ് മെഷീൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ എന്താണ് ഐഡിൽ ടൈം, എത്ര ഐഡിൽ ടൈം ഈ മെഷീൻ എത്ര ടൈം വെറുതെ ഇരിക്കുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അതുപോലെ എന്താണ് എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് എ ജോബ്, നമുക്കൊരു പർട്ടിക്കുലർ ജോബിൻ്റെ കോസ്റ്റ് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അതുപോലെ എന്താണ് ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഈച്ച് മെഷീൻ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയുണ്ട് ഒരു മെഷീന് പ്രവർത്തിക്കുന്നതിന് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അതുപോലെ എന്താണ് ഇറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻറ്റ് ടു ദി ടൈം ഫാക്ടർ. ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെഷീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ടൈം എത്രയുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ ഇതിലൂടെ സാധിക്കും. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു കോട്ട് മോർ അക്യുറേറ്റ് സെല്ലിംഗ് പ്രൈസ് ഫോർ ജോബ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മെഷീൻ അവർ കണ്ടെത്തുന്നതിലൂടെ നമുക്കൊരു പെർട്ടിക്കുലർ ജോബിൽ എത്ര പൈസക്ക് വിൽക്കാം ഒരു പ്രൊഡക്റ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നുണ്ട്, ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എത്ര പൈസക്ക് വിൽക്കാം എന്നുള്ളതിനുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മെഷീൻ അവർ റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 ചാർജസ് ഉണ്ട് ഇവിടെ. ഓവർഹെഡ് എങ്ങനെ ഈ ഓവർഹെഡിനെ നമ്മൾ എന്ത് ചെയ്യും, 2ആക്കി ഡിവൈഡ് ചെയ്യും ആദ്യം. അത് ഫസ്റ്റ് എന്താണ്, ഫസ്റ്റത്തെ സ്റ്റാൻഡിങ് ചാർജസും രണ്ടാമത്തത് മെഷീൻ എക്സ്പെൻസസുമാണ്. ഫസ്റ്റത്തെ സ്റ്റാൻഡിങ് ചാർജ്, രണ്ടാമത്തെ എന്താണ് മെഷീൻ എക്സ്പെൻസസ്. സ്റ്റാൻഡിങ് ചാർജ് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റുകളാണ് കേട്ടോ. സ്റ്റാൻഡിങ് ചാർജസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. റെൻറ്റ്, റേറ്റ്സ്, ലൈറ്റിങ്, ഇൻഷുറൻസ്, സൂപ്പർവിഷന്, അതുപോലെ വേജസ്,
ഇതുണ്ടല്ലേ, ഇൻഷുറൻസ്, സൂപ്പർവിഷന്, വേജ് ഓഫ് ഓപ്പറേറ്റേഴ്സ് കേട്ടോ. അതുപോലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എക്സെട്ര ക്യാൻ ബി ട്രീറ്റഡ് ആസ് സ്റ്റാൻഡിങ് ചാർജസ്. ഇപ്പോൾ റെൻ്റ് എന്നുള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക, ആ മെഷീൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ റെൻ്റായിരിക്കും, ശരിയല്ലേ. റേറ്റ് അതുപോലെ തന്നെ ലൈറ്റിങ്, ആ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ലൈറ്റിങ്, ഇൻഷുറൻസ്, അതുപോലെ സൂപ്പർവിഷന്, അങ്ങനെ ഓരോന്നും എന്താണ് അതിനോട് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ. ആ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഈ സ്റ്റാൻഡിങ് ചാർജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഡിപ്രീസിയേഷന്, പവർ, കറണ്ട് ബില്ലിൽ കറണ്ട് ചാർജ്, റിപ്പയറിങ്, അതുപോലെ സ്റ്റീം, വാട്ടർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നത് മെഷീൻ്റെ എക്സ്പെൻസസ് ആണ്. ആ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചിലവുകളാണെന്ത് ഈ പറഞ്ഞ നാലഞ്ച് ഐറ്റംസ് പറഞ്ഞില്ലേ, ഡിപ്രീസിയേഷൻ, പവർ, റിപ്പയർ, അതൊക്കെ. ഇനി ഡിപ്രീസിയേഷൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് സ്റ്റാൻഡിങ് ചാർജസ് ഡിപ്പെൻഡിങ് ഓൺ ദി കൺവീനിയൻസ്. നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ, ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഡിപ്രീസിയേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ സ്റ്റാൻഡിങ് ചാർജ് ആക്കിയിട്ട് എടുക്കും. ഇവിടെ എക്സ്പെൻസസ് ആക്കിയിട്ടായിരുന്നു. അത് നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡിങ് ചാർജ് ആക്കിയിട്ട് മാറ്റാം. ഓക്കെ അല്ലേ. പിന്നെന്താണ്, എസ്റ്റിമേറ്റ് ദ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജ് ഫോർ ദ മെഷീൻ, ഫോർ വൺ മെഷീൻ ഫോർ എ പീരിയഡ് ആൻഡ് ഡിവൈഡ് ദീസ് ടോട്ടൽ by dividing hours of the machine, effective working hours for the period. This gives the standing charge per machine hour. ഇപ്പോൾ നമ്മൾ മെഷീൻ ഹവർ, സ്റ്റാൻഡിങ് ചാർജ് പെർ മെഷീൻ ഹവർ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളാണ്. ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജ് ഉണ്ടാവില്ലേ, ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജിന് എന്ത് ചെയ്താൽ മതി, ആ പീരിയഡിനോട് ഹരിച്ചാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ കേട്ടോ, ഫോർ ദ മെഷീൻ ഫോർ എ പീരിയഡ്, ചിലപ്പോൾ 1 month ആവും, ടു 1 year ആവും, ഇത്രയാവാം. 1 month ആണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡിങ് ചാർജ് ഓഫ് എ മെഷീൻ 1 year ആണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വർഷത്തിൻ്റെ സ്റ്റാൻഡിങ് ചാർജ് കാണാൻ എങ്ങനെയാണ്, ആ ഒരു ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജ്, ഇപ്പോൾ റെൻറ്റ്, റേറ്റ്, ഇതൊക്കെ ആണല്ലോ സ്റ്റാൻഡിങ് ചാർജിൽ വരുന്നത്, ഇതൊക്കെയല്ലേ സ്റ്റാൻഡിങ് ചാർജ്. ഇതിൻ്റെ ഒരു വർഷത്തിലുള്ള ടോട്ടൽ എമൗണ്ട് ഉണ്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ ഒരു വർഷത്തിൽ എത്ര മണിക്കൂർ ആ പെർട്ടിക്കുലർ മെഷീൻ വർക്ക് ചെയ്തിരിക്കണമെന്ന് നോക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഇത് സാധ്യമാവും. ടോട്ടൽ എന്താണ്, സ്റ്റാൻഡിങ് ചാർജ് ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ വർക്കിംഗ് അവേഴ്സ്. മനസ്സിലായല്ലോ. ഇപ്പോൾ ഇത് ഇയർ ആണെങ്കിൽ ഇയർ എടുക്കണം, ഇതും ഇവിടെ ഇയർ എടുക്കണം, ഒരു വർഷത്തിൽ എത്രയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു ദിവസത്തെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതേപോലെ ഓരോ ദിവസത്തേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡിങ് ചാർജിനെ നമ്മൾ എടുക്കുന്നത്. സ്റ്റാൻഡിങ് ചാർജ് പെർ മെഷീൻ അവർ എന്താണ്, ഇങ്ങനെയാണ് എടുക്കുക. ഇനി അടുത്ത് എന്താണ്, ദ മെഷീൻ എക്സ്പെൻസസ് ആർ എസ്റ്റിമേറ്റഡ് സെപ്പറേറ്റ്ലി. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ചാർജ് കണ്ടു, ഇനി മെഷീൻ അവേഴ്സാണ് കാണാനുള്ളത്, എന്ത് എക്സ്പെൻസിൻ്റെ, മെഷീൻ എക്സ്പെൻസസിൻ്റെയാണ് കാണാനുള്ളത്. മനസ്സിലായല്ലോ. അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. എന്താ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യാണ്. കണ്ടില്ലേ, ഡിവൈഡഡ് ബൈ ദി നോർമൽ വർക്കിംഗ് അവേഴ്സ്, ഇറ്റ് ഗിവ്സ് അവർലി മെഷീൻ അവേഴ്സിന് എന്താ എസ്റ്റിമേറ്റഡ് ബൈ സെപ്പറേറ്റ്ലി, ദീസ് ആർ ഡിവൈഡഡ്. കണ്ടോ, ദീസ് ആർ ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ മെഷീൻ ഹവേഴ്സ് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, ടോട്ടൽ മെഷീൻ എക്സ്പെൻസസ് കൊണ്ട്. മെഷീൻ എക്സ്പെൻസസ് എന്തൊക്കെയായിരുന്നു, ഡിപ്രീസിയേഷന്, പവർ, റിപ്പയർ, സ്റ്റീം, വാട്ടർ, ഇതൊക്കെയാണ് എക്സ്പെൻസസ്. ഈ എക്സ്പെൻസിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, മെഷീൻ അവേഴ്സ് കൊണ്ട്. മനസ്സിലായല്ലോ. ടോട്ടൽ ഇവിടെ എഴുതാം, ടോട്ടൽ മെഷീൻ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെഷീൻ ഹവേഴ്സ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ കറക്റ്റ് എഫക്റ്റീവായിട്ട് എന്ത് കിട്ടും, ഹവർ റേറ്റ് കിട്ടും, മെഷീൻ എക്സ്പെൻസിൻ്റെ ഹവർ റേറ്റ് കിട്ടും. ഇനി ദ ടോട്ടൽ ഓഫ് സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ, അപ്പോൾ എന്താണ്, ആസ് പെർ 5. അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് എന്ത് ചെയ്യുന്നു ടോട്ടൽ, ശരിയല്ലേ. ഇത് നമ്മൾ കണ്ടില്ലേ ഇവിടെ, ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹവർ, അതായിരുന്നു എന്ത്, ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജ് പെർ ഹവർ. ആൻഡ് ദ മെഷീൻ എക്സ്പെൻസ് പെർ ഹവർ, അതെന്തായിരുന്നു, ഇതാണ് ടോട്ടൽ മെഷീൻ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെഷീൻ അവർ. ഇതെന്ത് ചെയ്യും, കാൽക്കുലേറ്റഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് MHR അല്ലെങ്കിൽ മെഷീൻ അവർ റേറ്റ് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇഫ് ഓർഡിനറി MHR ഈസ് കമ്പ്യൂട്ടഡ്, ഡയറക്റ്റ് വേജസ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ്. ഇപ്പോൾ ഓർഡിനറി MHR ആണ് നമ്മൾ എടുക്കുന്നത്. ഓർഡിനറി MHR എന്ന് പറഞ്ഞാൽ എന്താണ്,
ഓർഡിനറി മെഷീൻ റേറ്റ്, സാധാരണ മെഷീൻ റേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് വേജസ് എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ ഓപ്പറേറ്റേഴ്സിൻ്റെ വേജ് ആയിരിക്കും, ചിലപ്പോൾ മെഷീൻമാൻ്റെ വേജ് ആയിരിക്കും, ചിലപ്പോൾ മെഷീൻ അറ്റൻഡിൻ്റെ വേജ് ആയിരിക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ, ഡയറക്റ്റ് വേജസ് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, അത് നമ്മൾക്ക് എടുക്കണ്ട ഓർഡിനറി MHRൽ കേട്ടോ. പക്ഷേ നമുക്ക് കോംപ്രഹെൻസീവ് MHR ആണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഡയറക്റ്റ് വേജസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. മനസ്സിലായല്ലോ? അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ത്, ഡയറക്റ്റ് വേജസ്. കോംപ്രിഹെൻസീവ് MHRൽ ഡയറക്റ്റ് വേജസ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. പക്ഷേ ഇഫ് ഓർഡിനറി MHR ആണെങ്കിലോ ഡയറക്റ്റ് വേജസ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ്, ഒഴിവാക്കണം. ഓക്കെ ആണല്ലോ? വൈൽ കാൽക്കുലേറ്റിംഗ് നോർമൽ വർക്കിംഗ് ഹവർ, ഐഡിൽ ടൈം, മെയിൻ്റനൻസ് നമ്മളിപ്പോൾ നോർമൽ വർക്കിംഗ് ഹവേഴ്സാണ്, നോർമൽ വർക്കിംഗ് ഹവേഴ്സാണ്, ഒരു മെഷീൻ്റെ നോർമൽ വർക്കിംഗ് ഹവേഴ്സാണ് നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഐഡിൽ ടൈം, മെയിൻ്റനൻസ്, അതുപോലെ സെറ്റിംഗ് അപ്പ് ടൈം ഷുഡ് എന്ത് ചെയ്യണം, ഷുഡ് ബി ഡിഡക്റ്റഡ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ നോർമൽ ടൈം എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഐഡിൽ ടൈമോ മെയിൻ്റനൻസോ അല്ലെങ്കിൽ സെറ്റിംഗ് ടൈമോ ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, അതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സംടൈം വർക്കിംഗ് അവേഴ്സ് മേ നോട്ട് ബി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. ചിലപ്പോൾ വർക്കിംഗ് അവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടാവില്ല. ഇറ്റ് ക്യാൻ ബി അസർട്ടൈൻഡ് ഫ്രം പവർ കോസ്റ്റ്. അപ്പോൾ നമുക്കത് പവർ കോസ്റ്റ് എന്ന് എടുത്ത് എഴുതാൻ കഴിയും. അതിനൊരു ഇക്വേഷൻ, നമ്മളൊരു എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇതെന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. പവർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കിലോ വാട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരുന്നില്ലേ, കുറേ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കിലോ വാട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പവർ കൺസംഷനാണത്. അപ്പോൾ പവർ കൺസംഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം എത്ര യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇനി അടുത്ത് സ്റ്റാൻഡിങ് ചാർജസ് ആർ യൂഷ്വലി ഗിവൺ ഫോർ ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡിങ് ചാർജസ് കാണും എന്ന് പറഞ്ഞു. അതെന്ത് ചെയ്യണം, യൂഷ്വലി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ, കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എ, ഡിപ്പാർട്ട്മെൻറ്റ് ബി, അങ്ങനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ കുറേ. അതിൻ്റെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിന് ടോട്ടലായിട്ടാണ് നമ്മൾ കൊടുക്കുക. ദെൻ ദേ ആർ ടു ബി അപ്പോർഷൻ ടു ദി മെഷീൻ. പിന്നെയുള്ള നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ മെഷീനിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾവേസ് റിമെമ്പർ ദാറ്റ് MHR ഈസ് ദി കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് റണ്ണിങ് എ മെഷീൻ. ഇത് നമ്മളെപ്പോഴും മൈൻഡിൽ വെക്കണം കേട്ടോ. MHR മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് റണ്ണിങ് എ മെഷീനാണ്. ഒരു മെഷീന് റൺ ചെയ്യുന്നതിനുള്ള കോസ്റ്റാണ്, ഒരു മെഷീന് റൺ ചെയ്യുന്നതിനുള്ള കോസ്റ്റാണ് എന്ത്, MHR, വൺ മെഷീൻ പെർ ഹവർ കേട്ടോ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനും ഇതുപോലെ ബേസിസ് ഉണ്ട്. റെൻ്റ് ആൻഡ് റേറ്റ്സിൻ്റെ ബേസിസ് എന്താ നോക്കൂ, ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ഈച്ച് മെഷീൻ. നമുക്കെന്താ ഫ്ലോർ ഏരിയ, ആ ഒരു മെഷീൻ എത്ര സ്ഥലം എടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെൻ്റ് ആൻഡ് റേറ്റ് നമ്മൾ എടുക്കുന്നത്. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് എങ്ങനെയാണ്, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്, ശരിയല്ലേ? അല്ലെങ്കിൽ എന്താണ്, ബേസിസ് ഓഫ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഓൺ ദി ഫ്ലോർ ഏരിയ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റിങ്ങിനെ എഴുതാം. അതുപോലെ സൂപ്പർവിഷൻ എന്താണ്, ടൈം ഡിവോട്ടഡ് ബൈ ദി സൂപ്പർവൈസർ ടു ഈച്ച് മെഷീൻ. ഒരു മെഷീനിന് സൂപ്പർവൈസർ എത്ര ടൈം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂപ്പർവിഷൻ ഇടുക. അതുപോലെ ഓയിൽ വേസ്റ്റ് ആൻഡ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്താണ്, പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ഭൂതകാലത്തിൽ പാസ്റ്റിൽ നമ്മൾ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓയിലും വേസ്റ്റേജും കൺസ്യൂമബിൾ സ്റ്റോഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അതുപോലെ ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറബിൾ വാല്യൂ വന്നിട്ടുണ്ടാവും ഓരോ മെഷീനും, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി മെഷീൻ എക്സ്പെൻസസിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇപ്പോൾ സ്റ്റാൻഡിങ് ചാർജസാണ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മെഷീൻ എക്സ്പെൻസിലെ ഡിപ്രീസിയേഷൻ എന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. എല്ലാത്തിൻ്റെയും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ, എല്ലാ അസറ്റും ചെയ്യുന്നതിൻ്റെ അതുപോലെ തന്നെയാണ് ഈ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചാർജ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻ കോസ്റ്റ്, ഒരു കൺസേൺഡ് അസറ്റ് അല്ലെങ്കിൽ ആ മെഷീൻ നമ്മൾ വാങ്ങിക്കാനെടുത്ത കോസ്റ്റ്, അതിൽ കൂടെ എന്ത് കൂട്ടും, ഇൻസ്റ്റലേഷൻ ചാർജസ് കൂട്ടും. അത് ആ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത എമൗണ്ട് അത് നമ്മൾ കൂട്ടും. എന്നിട്ട് അതിന് എന്ത് കുറക്കും, സ്ക്രാപ്പ് വാല്യൂ കുറക്കും. ഇപ്പോൾ ഒരു 10 വർഷമാണ് ഒരു മെഷീൻ്റെ ലൈഫ് എന്നുണ്ടെങ്കിൽ, ആ 10 വർഷം കഴിഞ്ഞ് ആ മെഷീൻ ഉപയോഗശൂന്യമായിട്ട് നമ്മൾ ഒഴിവാക്കുമ്പോൾ തൂക്കി വിറ്റാൽ നമുക്ക് എത്ര പൈസ കിട്ടും എന്നുള്ളതാണ് സ്ക്രാപ്പ് വാല്യൂ കേട്ടോ. ഈ സ്ക്രാപ്പ് വാല്യൂവിനെ പിന്നെ എന്ത് ചെയ്യും, ലൈഫ് ഇൻ അവേഴ്സ് കൊണ്ട് ഹരിക്കും നമ്മൾ. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിപ്രീസിയേഷൻ കിട്ടുന്നത്. ഇനി അടുത്താണ് എന്ത്, പവർ. എങ്ങനെയാണ് നമുക്കറിയാം, ആക്ച്വൽ കൺസംഷൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്ര നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ച്വൽ കൺസംഷൻ എത്ര എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പവർ എടുക്കുന്നത്. അതുപോലെ റിപ്പയർ എങ്ങനെയാണ്, ആക്ച്വൽ മെഷീൻ വൈസ് എത്ര മെഷീൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പയർ ചെയ്യാൻ എത്ര പൈസ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ അല്ലേ? ഇനി കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ
പെർ മെഷീൻ അവർ. നമ്മൾ മെഷീൻ അവറിൽ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇയേഴ്സ്. ലൈഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര വർഷം നമ്മൾ എടുക്കും. നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ എത്രയായിരുന്നു? 10 വർഷം. നമ്മൾ എന്ത് ചെയ്യും? ഇനി ഇതിനെ ഹവർക്ക് മാറ്റും കേട്ടോ. ഒരു വർഷത്തിൽ ഇത്ര മണിക്കൂർ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഹവേഴ്സിലോട്ട് മാറ്റും. ദിസ് ഗീവ്സ് ഡിപ്രീസിയേഷൻ പെർ ഇയർ. എന്ത്? ഇത് ഡിപ്രീസിയേഷൻ പെർ ഇയർ ആണ് തരുന്നത്. ഇനി ഡിപ്രീസിയേഷൻ പെർ ഹവർ കാണണം. നമുക്ക് ഡിപ്രീസിയേഷൻ പെർ ഹവർ കാണണം. MHR അല്ലെങ്കിൽ മെഷീൻ ഹവർ റേറ്റ് എന്ന് പറഞ്ഞാൽ മണിക്കൂർക്ക് മാറ്റണമല്ലോ. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ പെർ മണിക്കൂർക്ക് മാറ്റണം. അതെന്ത് ചെയ്താൽ മതി? അപ്പോൾ ഡിപ്രീസിയേഷൻ പെർ ആനത്തിനെ ഇങ്ങനെ ഇതിപ്പോൾ കണ്ടില്ലേ, ഡിപ്രീസിയേഷൻ പെർ ആനം കിട്ടും നമുക്ക്. ഒരു വർഷത്തിൽ എത്ര ഡിപ്രീസിയേഷൻ ഉണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. 1 ഇയറിൽ ഡിപ്രീസിയേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? മെഷീൻ ഹവർ പെർ ആനം. ഒരു മെഷീൻ ഒരു വർഷത്തിൽ എത്ര മണിക്കൂർ ഓടുന്നുണ്ട്, മനസ്സിലായല്ലോ? ഇതാണ് മെഷീൻ ഹവർ പെർ ആനം. ഈ ഡിപ്രീസിയേഷൻ പെർ ആനം ഏതായിരുന്നു? ഇതാട്ടോ. ഇതാണ് ഡിപ്രീസിയേഷൻ പെർ ആനം. അതിനായിട്ട് നമ്മൾ എന്താ ഡിവൈഡ് ചെയ്യുന്നത്? മെഷീൻ ഹവർ പെർ ആനം എന്ന് പറഞ്ഞാൽ ഒരു മെഷീന് എത്ര മണിക്കൂർ ഒരു വർഷത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. മനസ്സിലായല്ലോ? 1 ഇയറിൽ എത്ര ഹവർ, മനസ്സിലായല്ലോ? എത്ര ഹവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷീൻ ഹവർ പെർ ആനത്തിൽ പറയുന്നത്. ഇപ്പോൾ ഒരു ദിവസം 1 മണിക്കൂറാണ് ആ മെഷീൻ വർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ എത്ര ആയിരിക്കും? 365 ഹവേഴ്സ് ആയിരിക്കും അല്ലേ? അങ്ങനെയാണ് കേട്ടോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെഷീൻ ഹവർ പെർ ആനം. ഒരു ദിവസം 1 മണിക്കൂറാകും മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ എത്ര ആയിരിക്കും? ഒരു ദിവസം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 365 ദിവസം ആയതുകൊണ്ട് 365 ഹവേഴ്സ് എന്ത് ചെയ്യും? അത് വർക്ക് ചെയ്യും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചതുകൊണ്ട് കേട്ടോ. ഇനി ആൾട്ടർനേറ്റീവ്ലി ഡിപ്രീസിയേഷൻ ഓഫ് മെഷീൻ ക്യാൻ ബി ഡയറക്റ്റ്ലി കാൽക്കുലേറ്റഡ് ആസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ 2 ഇക്വേഷൻസിന് എന്ത് ചെയ്താണ്? കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണിത് കേട്ടോ. ഈ ഇക്വേഷൻ ഇവിടെ നോക്കൂ. ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് ഇൻ അവേഴ്സ്. എത്ര മണിക്കൂർ അതിന് ലൈഫ് ഉണ്ട് എന്നുള്ളതിന് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഈ 2 മെത്തേഡിലൊന്ന്, ഇതൊരു മെത്തേഡാണ്, ഇതൊരു മെത്തേഡാണ് കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. ആദ്യം മെഷീന് മറ്റേ ലൈഫ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഹവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടും, അതല്ലെങ്കിൽ നേരിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്താൽ നമുക്കിത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അടുത്തതായിട്ട്.